കാടിനകത്തേക്കുള്ള ഓരോ യാത്രയും ഓരോരോ അനുഭവമാണ്. ശരിക്കും ഈ ഒരു ഫോറസ്റ്റിലേക്കുള്ള ഓരോ യാത്രയിലും ഓരോരോ കാഴ്ചകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഏതോ ഒരു നാറികൾ ചെയ്തിട്ടുള്ള പരിപാടി കണ്ടില്ലേ, റോഡ് സൈഡിൽ കൊണ്ടുവന്ന് പൂച്ച കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയേക്കണ്. അതും കാടിന്റെ നടുക്കാണ് ഇവരെ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. ഇപ്പൊ തന്നെ ഏതെങ്കിലും പുലിയ കടുവയൊക്കെ ഇവരെ പിടിക്കും. കറക്റ്റ് 6:45 സമയത്താണ് ഞാൻ ദേ കാട്ടിലേക്ക് കയറിയത്. നടുക്കെത്തിയപ്പോൾ ആനക്കൂട്ടങ്ങൾ വന്ന് റോഡ് സൈഡിൽ നിൽക്കണ കണ്ട. ഒരു 7 മണിയായി കഴിഞ്ഞാൽ ഇവരുടെ സമയമാണ്. വേറൊരുത്തരും ഇതാ പതുങ്ങി വന്ന് നിൽക്കണ കണ്ടില്ലേ. ഇപ്പൊ തന്നെ മിക്കവാറും റോഡിന്റെ നടുക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. കാട് കയറിയപ്പോ തന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടിയതാ. ഏകദേശം 10-40 മിനിറ്റ് ഉണ്ടല്ലോ. കാട് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തൊന്ന് മൂത്രം ഒഴിക്കാൻ വന്ന് നിന്നതാ. ദേ കണ്ടില്ലേ, ഒരുത്തം വന്ന് നിക്കണം. നിപ്പ് കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു നോട്ടം. വൈകുന്നേരം ഒരു 6:30 സമയം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ദേ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാന്ന് പറഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് മുത്തങ്ങ ഫോറസ്റ്റ് വഴി കയറി പോണ ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് ഞാനിപ്പോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോണത്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആനകളെയൊക്കെ നമുക്ക് റോഡ് സൈഡിൽ ഒന്ന് ഇരുട്ടായി തുടങ്ങുമ്പോൾ ആനക്കൂട്ടങ്ങളൊക്കെ റോഡ് സൈഡിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു കാഴ്ചയുണ്ട്. അതും ഒറ്റയ്ക്ക് കാടിൻ്റെ അകത്തേക്ക് ഇനിയുള്ള കാഴ്ചകൾ അടിപൊളി കാഴ്ചകളായിരിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ ആനകളെ വന്യജീവികളെയൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു സമയത്താണ്. 6 മണി 7 മണി ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണം. അതും ആനക്കൂട്ടങ്ങളും ആനയൊക്കെ ഒരുപാട് റോഡ് സൈഡിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള സമയം ഈ ഒരു ഇരുട്ടാകണ കറക്റ്റ് സമയമാണ്. ഈ സമയമാകുമ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി റോഡിലേക്ക് വരും. എന്തുകൊണ്ടാണ് ഈ സമയത്ത് വന്നതെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തേക്ക്. ഈ ഒരു ഇരുട്ട് വീഴുന്ന സമയത്ത് ഇതിലും വഴി എന്നൊക്കെ പോയിട്ടുണ്ടോ അന്നൊക്കെ ഫുള്ള് റോഡ് സൈഡിൽ ആനകളായിരിക്കും. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ വളരെ കുറവായിരിക്കും ശരിക്കും ഈ ഒരു റൂട്ടിലൂടെ. പക്ഷേ ഏറ്റവും കൂടുതൽ വണ്ടികൾ പോണത് പകൽ സമയത്താണ്. ഈ ഒരു റൂട്ടിലൂടെ ശരിക്കും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചു കാലം കൂടിയൊക്കെ ചിലപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. തുരങ്കപാതക്കുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ തുരങ്കപാത വരും. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ വന്യജീവികളൊക്കെ കണ്ട് ഈ ഒരു റോഡിലൂടെയുള്ള യാത്ര പിന്നെ നമുക്ക് സാധ്യമല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റോഡൊക്കെ ഫുള്ളായിട്ട് അടക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് നല്ലതാണ്. അപകടങ്ങളൊക്കെ വളരെ കുറയും. അതുപോലെ തന്നെ വന്യജീവികൾക്ക് ശല്യമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇല്ലാതെയും. അപ്പം ഈ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയുള്ള ബൈക്ക് റൈഡ്, ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയുള്ള ബൈക്ക് റൈഡൊക്കെ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ വഴിയൊക്കെ വരാം. എപ്പോഴാണ് ഇതൊക്കെ ഇനി അടച്ചു കൂട്ടണേന്നും. തുരങ്കപാത എന്തായാലും അധികം കാലം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമുണ്ട് ഇവിടെ ഈ റോഡൊക്കെ റീടാറിങ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല പൊളിച്ച് പോകാം. പക്ഷെ അധികം പൊളിയൊന്നും പൊളിക്കാൻ പറ്റില്ല. മാനവും മ്ലാവൊക്കെ ഒന്ന് വട്ടം ചാടും. എന്തെങ്കിലും ജീവികൾ വന്ന് വട്ടം ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനങ്ങളെ റോഡ് സൈഡിൽ നമ്മൾ ഈ വഴി പോകാൻ നേരം കാണാൻ പറ്റും. അപ്പോൾ ഒരു 60-50 ആ ഒരു സ്പീഡിലാണ് മാക്സിമം ഈ ഒരു റൂട്ടിൽ പോകണതാണ് ഏറ്റവും നല്ലത്. ചവിട്ടിയാൽ കിട്ടുമെന്ന് ഉറപ്പായിരിക്കണം നമുക്ക്. ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കാടൊക്കെ ഉണങ്ങി ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇപ്പോൾ ഫുള്ള്. പകൽ യാത്ര ചെയ്യാൻ നേരം നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഒരു ഫുള്ള് പച്ചപ്പൊക്കെ പോയി. മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പായിരിക്കും. ഈ സമ്മറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ ഉണങ്ങി അടിപൊളി ഒരു കാഴ്ചകളാണ് ശരിക്കും. കാടിനെ ആസ്വദിക്കാൻ പറ്റിയ ഓരോ സീസണും ഓരോരോ വൈബാണ് ശരിക്കും ഫോറസ്റ്റിനകത്തേക്ക് വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്ത് 300-ലധികം കടുവകളുണ്ടെന്നാണ് പറഞ്ഞത്. 2022 കണക്കുകൾ പ്രകാരമാണ് കേട്ടോ. ഇപ്പം 2026 ഇപ്പം അതിൻ്റെ ഇരട്ടിക്കിരട്ടി കടുവകളായിട്ടുണ്ടാവും. അതുമല്ല, ഏതോ ലോറിയിൽ കൊണ്ടുവന്ന് ഒരുപാട് കടുവകളെ ഓരോ സ്ഥലത്തുനിന്ന് പിടിച്ചിട്ട് പോയ കടുവകളെ കൊണ്ടുവന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ഒരു 10-200 കടുവകളെ തുറന്നു വിട്ടെന്നൊക്കെ കുറേ ന്യൂസുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്ന ആൾക്കാർ. ശരിക്കും അത് വെറുതെയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ കടുവകളെയൊന്നും അങ്ങനെ അത്രയും കൂട്ടത്തോടെ കൊണ്ടുവന്ന് തുറന്നു വിടാനൊന്നും പാടില്ല. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ 1-2 പിടിക്കാനൊക്കെ കൊണ്ടുവന്ന് വിടുന്നുണ്ടാവും. അല്ലെങ്കിലും തന്നെ ഇത്രയും കടുവകളുള്ള ഒരു സ്ഥലമാണ്. ലോറിക്കാർ കിടന്ന് കാണിക്കൽ കണ്ടില്ലേ. ഈ ഒരു റൂട്ട് നല്ല കുത്തനെയുള്ള കയറ്റം ഇറക്കമൊന്നും അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. എങ്കിലും ചെറിയൊരു കയറ്റം ഇറക്കമൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഈ ലോറിയൊക്കെ ഫുള്ള് ലോഡാണ്. പക്ഷേ ആ ഒരു വണ്ടിയൊന്നും ഇതിനകത്ത് ഓവർടേക്ക് ചെയ്ത് ഈ ഒരു വണ്ടിക്ക് കയറാൻ പറ്റണില്ല. ഇവർ തമ്മിൽ മത്സരമാണ് കേട്ടോ. മിക്കവാറും അവനെ കയറ്റി വിടാൻ നോക്കാതിരിക്കുക. പക്ഷേ ഇവനും ചവിട്ടിയിട്ട് കയറണില്ല, അവനും ചവിട്ടിയിട്ട് കയറണില്ല. ലെഫ്റ്റിലുള്ളവൻ ഇപ്പോൾ കയറി പോകും മിക്കവാറും. വലിയ ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഫുള്ള് അമ്പും കാര്യങ്ങളൊക്കെയാണ്. പതിയെ ഇതിലൂടെ വലിയ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പറഞ്ഞു പോകാം. പിന്നെ അവിടെ ചെന്ന് ബത്തേരി ടൗണ് ബ്ലോക്കും കാര്യങ്ങളും. പിന്നെ ഏകദേശം ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കോഴിക്കോട് വരെ ഫുള്ള് ബ്ലോക്ക് തന്നെയാണ്. ഫ്രീ ആയിട്ട് അങ്ങനെ പറന്നു കുത്തിയൊന്നും ആർക്കും ഒന്നും പോകാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ ഈ ഒരു റൂട്ടിലൂടെ ബൈക്കിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ മാക്സിമം 6 മണിക്ക് വെട്ടം പോകുന്നതിന് മുമ്പ് തന്നെ കാട് ക്രോസ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും സേഫ്. എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ റിസ്ക്കാണ്. അതുകൊണ്ട് ഈ ഒരു റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഒരു പകലാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. രാത്രി സമയത്ത് ഇതിലൂടെയുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു റിസ്ക്കാണ് ശരിക്കും. നമ്മൾ
ഒറ്റക്കൊക്കെ പോണ ആൾക്കാർ പേടിച്ച് തന്നെ പോകണം. ഏത് സമയത്ത് ആനയോ കടുവയോ കരടിയോ ഒക്കെ നമ്മുടെ മുമ്പിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാടിൻ്റെ നടുക്ക് ഇതേ 2 പൂച്ചക്കുട്ടികൾ ഇരിക്കുന്നത്. ഇത് ശരിക്കും കാട്ടുപൂച്ചയൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യം ഓർത്തിന് കാട്ടുപൂച്ചയാണെന്ന് ഓർത്താണ് ഞാൻ വണ്ടി നിർത്തിയത്. ഇത് ആരോ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇറക്കി വിട്ടേക്കാണ്. കണ്ട ഇവിടെ കൊണ്ടുവന്ന് ആരോ വെച്ചിട്ട് പോയേക്കാണ്. നമുക്ക് ഇവന്മാരെ രക്ഷിക്കാനൊന്നും പറ്റൂല. കാരണം ഇത്രയും കടുവയും പുലിയൊക്കെയുള്ള സ്ഥലത്ത് എന്തായാലും അവരെ ഇപ്പം തന്നെ വെടിച്ച് തിന്നും. ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളാട്ടാ. ഇത് ആരുടെയോ പരിപാടിയാണ്. ആരോ കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിച്ച് പോയേക്കണതാണ്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഇറങ്ങാനോ അവരെ പിടിക്കാനോ ഒന്നും പറ്റില്ല. ഫോറസ്റ്റുകാർ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടാവും. നല്ല മുട്ടം ഫൈൻ കിട്ടും. എന്നാലും എന്ത് പരിപാടിയാണല്ലേ, ഏത് നാറികളാണല്ലേ പരിപാടി ചെയ്തു വെച്ചേക്കണത്. ഉറപ്പായിട്ടും ഇന്നത്തെ രാത്രി മാത്രമേ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ. എപ്പോൾ വേണേലും അതിന് പുലിയ കടുവയെ പിടിക്കും. കാരണം അവർക്ക് ഭക്ഷണം കിട്ടൂല ഇതിനകത്തുനിന്ന്. അവർ എന്ത് കഴിക്കാനായിട്ടാണ്? പിന്നെ എന്തെങ്കിലും കടുവ പുലിയൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഇവരെ പിടിക്കും. രാത്രിയാണ് കൂടുതലും വന്യജീവികൾ ഇരയെടുക്കണത്. ഇതെന്തായാലും ആ പൂച്ചകളുടെ കാര്യം ഇന്ന് തന്നെ തീരുമാനമാവും. ശരിക്കും കൊല്ലാൻ വേണ്ടി തന്നെ കടുവക്ക പുലിക്ക ഇരയാകാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇല്ലെങ്കിൽ അവർക്ക് വേറെ വീടുകളോ ആൾക്കാർ താമസിക്കണം എവിടെയെങ്കിലും റോഡ് സൈഡിലാണ് കൊണ്ടുപോയി വിട്ടിരുന്ന കുഴപ്പമില്ല. ഇതിപ്പോൾ ഉൾക്കാടിന്റെ നടുക്കാണ്. ഈ ഒരു സമയത്ത് ഫുള്ള് റോഡ് സൈഡിൽ ആനക്കൂട്ടം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വന്ന് നിൽക്കുന്നില്ല, ഇഷ്ടം പോലെ ആനകളുണ്ട് ഈ ഒരു സൈഡിൽ. ഉള്ളിലേക്കൊക്കെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇവർ ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും കൂടി റോഡിന്റെ നടുക്കിലേക്ക് വന്ന് നിൽക്കും. മിക്കവാറും രാത്രി ആയിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഫുള്ള് റോഡ് സൈഡിൽ ഫുള്ള് ആനകൾ തന്നെ ഇരിക്കും. രാത്രി സമയത്ത് ഫോറസ്റ്റിലൂടെയുള്ള ഒറ്റക്കുള്ള രാത്രി ലേശം ഡേഞ്ചറാണ്. ശരിക്കും സൂക്ഷിക്കണം. ഇത് കണ്ട അതേ അടുത്തവൻ അവിടെ വന്ന് പതുങ്ങി നിൽക്കണം. നിപ്പ് കണ്ടില്ലേ, കറക്റ്റ് റോട്ടിലേക്ക് കയറാൻ പാകത്തിനാണ് നിൽക്കണത്. അത് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആനകളെയാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. കൂട്ടത്തോടെ നിൽക്കണവരെ നമ്മൾ അധികം പേടിക്കേണ്ട. അവൻ്റെ നിപ്പ് ഒറ്റയ്ക്ക് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ പാകത്തിന് നിൽക്കിയിരിക്കും. മറ്റേ വണ്ടി അവിടെ നിർത്തിയപ്പോൾ അവൻ പതിയെ ചരിഞ്ഞുള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നിർത്തി മാറി നിന്ന് നോക്കണം നല്ലത്. നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ ചവിട്ടാവ തുമ്പിക്കൈക്ക് ഒരു അടിയെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. കാറുകാരനകത്തിരുന്ന് വീഡിയോ എടുക്കാൻ തോന്നുന്നു. എന്തായാലും നമ്മൾ നിൽക്കണില്ല, നേരെ വീഡിയോയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഈ വഴി ബൈക്കിലൊക്കെ റോഡ് സൈഡിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ സീനാണ്. പിന്നെ അതുമല്ല വേറൊരു സീനുണ്ട്. ഈ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പെട്ടെന്ന് ഫോറസ്റ്റുകാർ അറിയും. അവരിവിടെ പല സ്ഥലങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങണേണ് എവിടെയാണ് ആൾക്കാർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫൈനാണ്. ഇവർ കറക്റ്റ് ആന ഇറങ്ങുന്ന സ്ഥലത്ത് 10-15 മിനിറ്റ് കൊണ്ട് ഫോറസ്റ്റുകാർ ഓടി എത്തിയിരിക്കും. പിന്നെ അവർ കുറച്ച് അപ്പുറത്തോ ഇപ്പുറത്തോ മാറിയിരിക്കും. വണ്ടി നിർത്തി നോക്കണ ആൾക്കാർക്ക് എല്ലാം ഫൈനായിരിക്കും. വണ്ടി നിർത്താൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. ആനേനെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിളിച്ച് ഞാൻ ഫൈൻ ഇടും. ഞാൻ പല പ്രാവശ്യം ഇതിലും വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ആനേനെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും ആരും വണ്ടി നിർത്തരുത്. ഈ ഒരു സമയത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞ് കാട്ടിലൂടെ പോകാനാണ് ചെറിയൊരു പേടി ഉണ്ടാവുള്ളിൽ. നമ്മൾ ഓരോ വളവ് വളയുമ്പോഴും തിരിയുമ്പോഴൊക്കെ നമ്മൾ പേടിച്ചാണ് ശരിക്കും പോണത്. കാരണം കാടിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കാൻ നേരം ഓരോരോ തിളങ്ങണ കണ്ണുകൾ നമുക്ക് കാണാൻ പറ്റും. ഗോപ്രോയിൽ അങ്ങനെ അതൊന്നും കിട്ടൂല കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്ര ദൂരെ നിന്നുള്ള ഷൂട്ടും കാര്യങ്ങളൊന്നും നമുക്കിതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഈ ഫോൺ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തിളങ്ങണ കണ്ണുകൾ കാണാൻ പറ്റും. അതിപ്പോൾ മാനാണോ വേറെ എന്തെങ്കിലും ജീവികളാണോ എന്നൊന്നും തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ക്രോസ് ചെയ്യും കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാട് കുറച്ച് ഭാഗങ്ങളുണ്ട്. കൂടുതലും ഒരു പ്രാവശ്യം കടുവേനെ കണ്ടെന്ന് പറയാൻ പറ്റില്ല. കടുവേൻ്റെ വാലും ബാക്കിലത്തെ 2 കാലും മാത്രം ജസ്റ്റ് പാസ് ചെയ്ത് പോകണതൊക്കെ. അത് ഈ ഒരു റൂട്ടിലൂടെ ഞാൻ ട്രാവൽ ചെയ്ത സമയത്താണ് ബസ്സിലിരുന്ന് കണ്ടതാട്ടാ. ഈ ഒരു റൂട്ടിൽ മ്ലാവും മാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ വട്ടം ചാടി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫോറസ്റ്റിനുള്ളിൽ കാണുന്നതിലും കൂടുതലും മാനുകളെ മ്ലാവുകളെയൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുള്ളതും ഇവിടെയാണ്. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റോഡ് സൈഡിൽ തന്നെ ഒരു പ്രത്യേകത പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ചാടി വീഴാൻ പോണ ഭാഗത്തിനൊക്കെ ഒരുപാട് സീനുകൾ ഈ ഒരു റൂട്ടിലൂടെ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആനകളും അതുപോലെ തന്നെ. ഞാൻ നേരെ വയനാട് സുൽത്താൻ ബത്തേരിയിലേക്കാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കുറേ ദൂരവും കാട് തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു RTO ചെക്ക് പോസ്റ്റ്, എക്സൈസ് ചെക്ക് പോസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടൗണിലേക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. ഈ ഒരു റൂട്ട് ഇനിയും ഫോറസ്റ്റ് ഇനിയുണ്ട്. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. മറ്റതുപോലെയല്ല. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാട്ടിലൂടെയാണ്. നേരത്തെ നമ്മൾ കർണാടകയുടെ കാട്ടിലൂടെയാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കേരളത്തിൻ്റെ കാട്ടിലൂടെയാണ്. ഇനി ഓരോ സെക്കൻഡിലും എന്തൊക്കെ സാധനങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും കാണാം. ചിലപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചായിരിക്കും എന്തെങ്കിലും കാണുന്നത്. ചിലപ്പോൾ അവസാനിക്കാറാകുമ്പോഴായിരിക്കും എന്തെങ്കിലും കാണുന്നത്. എന്തൊക്കെ ആയിരിക്കും എവിടെ നിന്നൊക്കെ ആയിരിക്കും കാണുന്നതെന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്നും തന്നെ കണ്ടില്ലെന്നും വരാം. അങ്ങനെ ഇതാണ് പൊൻകുഴി അമ്പലം. അങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തി. കാട് കയറിയപ്പോൾ തൊട്ട് ഞാൻ മൂത്രം ഒഴിക്കാൻ പിടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇവിടെ വന്നൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വേണം ഇനി മുമ്പോട്ട് പോകാനായിട്ട്. കാട് കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് മൂത്രം ഒഴിക്കാൻ വന്ന് നിന്നതാ. അതേ ഒരു സാധനം വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കണ കണ്ടില്ലേ? സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പേടിച്ച് പോയി ശരിക്കും. ഞാൻ മൂത്രം ഒഴിക്കാൻ വന്ന ഒരു ചെറിയ നിലാവുള്ള വെളിച്ചത്തിൽ, ചെറിയൊരു വെളിച്ചമുണ്ട്. പക്ഷേ
അനക്കം കേട്ട് നോക്കുമ്പോഴായിരുന്നു ഞാൻ ഓർത്ത് കടുവയായിരുന്നു. പക്ഷെ കടുവയല്ല കേട്ടോ, മാനായിരുന്നു. പെട്ടെന്ന് തന്നെ മാനിൻ്റെ പുറകെ കടുവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്രം ഒഴിച്ചിട്ട് വണ്ടി എടുത്തിട്ട് നേരെ ടൗണിലേക്ക് പിടിക്കാൻ. ഇനി ഇവിടുന്ന് കുറച്ച് ഭാഗം കൂടി ഇനി കാടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ നമ്മൾ എത്തുന്നത് ബത്തേരി ടൗണിലേക്കാണ്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ എക്സൈസ് ചെക്ക് പോസ്റ്റും പോലീസ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കർണാടകയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മളെ ഫുള്ള് തപ്പി നമ്മുടെ ലഗേജൊക്കെ ഫുള്ള് പരിശോധിച്ചിട്ട് മിക്കവാറും ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ വെളിച്ചം കാണുന്നതാണ് ഫസ്റ്റത്തെ പോലീസ് ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. രണ്ട് സ്ഥലത്തും മിക്കവാറും നമ്മളെ പിടിക്കും. ഇപ്പോൾ ഏകദേശം സമയം 7:30 സമയമായിട്ടുള്ളൂ, അധികം ആയിട്ടില്ല കേട്ടോ. ചെക്ക് പോസ്റ്റിൽ ആരും ഇല്ല. ഇന്നിവിടെ ആരും കയ്യൊന്നും കാണിച്ചില്ല കേട്ടോ. ഇന്ന് ചെക്കിങ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ അപ്പുറത്ത് ഇനി ഇതിൻ്റെ മുമ്പിൽ ഒരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്, അവിടെയും ചിലപ്പോൾ കൈ കാണിക്കും. ഈ ചെക്ക് പോസ്റ്റിലും എക്സൈസ് ചെക്ക് പോസ്റ്റിലും നമ്മളെ കൈ കാണിച്ചില്ല കേട്ടാ. എന്താണെന്ന് പോലീസുകാർക്കൊക്കെ ലീവാണെന്നറിയില്ല. 2 ചെക്ക് പോസ്റ്റിലും ചെക്കിങ് ഒന്നുമില്ല. അങ്ങനെ ഇനി നമ്മൾ വലിയ കാടുകളൊക്കെ കഴിഞ്ഞ് ഇനി ചെറിയ ചെറിയ കാടുകളുള്ളൂ. ഇനി നമ്മൾ നേരെ എത്തണ ബത്തേരിയിലേക്കാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.